കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്നും 228 കിലോ സ്വർണം കാണാതായതായും ജ്യോതിർമഠം ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ സരസ്വതി. അതേസമയം ഡൽഹിയിൽ കേദാർനാഥ് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ശങ്കരാചാര്യരും പുരോഹിതന്മാരും രംഗത്തെത്തി. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലെന്ന് ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ പറഞ്ഞു. കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്നും 228 കിലോ സ്വർണം കാണാതായതായും ജ്യോതിർമഠം ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ സരസ്വതി ആരോപിച്ചു. ഗുരുതര ആരോപണമാണിത്. ഇത് അഴിമതിയാണ്. ഒരന്വേഷണവും നടപടിയും ഇതുവരെ നടന്നിട്ടില്ല. ഈ വിഷയം എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ലെന്നും അവിമുക്തേശ്വരാനന്ദ സരസ്വതി ചോദിച്ചു. അതേസമയം ഡൽഹിയിൽ കേദാർനാഥിന്റെ മാതൃകയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് അടുത്ത അഴിമതിക്ക് വഴിയൊരുക്കുമെന്നും കേദാർനാഥ് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കുറയാൻ ഇത് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയക്കാർ നമ്മുടെ ആരാധനാലയങ്ങളിലേക്ക് കടന്നുകയറുകയാണ്. 2 ജ്യോതിർലിംഗങ്ങൾ ശിവപുരാണത്തിൽ പേരും സ്ഥലവും സഹിതം പരാമർശിച്ചിട്ടുണ്ട്. കേദാർനാഥിന്റെ വിലാസം ഹിമാലയത്തിലാണ്. അതെങ്ങനെ ഡൽഹിയിൽ നിർമ്മിക്കാനാകുമെന്ന് ശങ്കരാചാര്യർ ചോദിച്ചു. കഴിഞ്ഞ വർഷം കേദാർനാഥ് ക്ഷേത്രത്തിൽ സ്വർണം പാകിയതിൽ 125 കോടി രൂപയുടെ അഴിമതി നടന്നതായി മുതിർന്ന പുരോഹിതൻ ആരോപിച്ചിരുന്നു. സ്വർണത്തിന് പകരം പിച്ചളയാണ് ഉപയോഗിച്ചതെന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്നാൽ ഇത് ക്ഷേത്ര കമ്മിറ്റി നിഷേധിച്ചിരുന്നു. കേദാർനാഥ് ക്ഷേത്രത്തിന്റെ പേരും രൂപവും ഉപയോഗിച്ച് ഡൽഹിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് മതപരമായ പവിത്രത കുറയ്ക്കാനും ഭക്തരിൽ നിന്ന് പണം തട്ടാനുമുള്ള ഗൂഢാലോചനയാണെന്ന് കേദാർനാഥ് സഭാംഗമായ പ്രദീപ് ശുക്ല പറഞ്ഞു. ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ സുരക്ഷയുടെയും ദുരന്തങ്ങളുടെയും പേര് പറഞ്ഞ് കശ്മീരിലെ അമർനാഥ് ക്ഷേത്രവും ഡൽഹിയിൽ ഉയരും. സനാതനധർമ്മത്തിന് ഏറ്റവും നിർഭാഗ്യകരമായ ദിവസമായിരിക്കും ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ജയ് ഹിന്ദ് ന്യൂസ്.